ഹായ് ഹലോ നമസ്കാരം. ഞാൻ എൻ്റെ ടീനിലിരിക്കുമ്പോൾ ഏകദേശം ഒരു 19+2 ആ കാലഘട്ടത്തൊക്കെ ആകുമ്പോൾ ഈ യൂത്തിനിടയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ച ഒരാളാണ് നിവിൻ. അത് 10ാം ക്ലാസ് മുതൽ ആ ഒരു ഗ്രോത്ത് ഓഫ് നിവിൻ കണ്ടതാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ പഴയ നിവിൻ എവിടെയോ നഷ്ടപ്പെട്ടു. ഒരുപാട് എക്സ്പെരിമെന്റൽ മൂവീസും ഒക്കെയായിട്ട് നിറഞ്ഞു നിന്ന നിവിൻ പക്ഷെ ബോക്സ് ഓഫീസിലോ ക്രിട്ടിക്സിന്റെ കാര്യത്തിലോ ഒരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അത് ഏത് സിനിമയ്ക്കും പറ്റിയില്ല. അങ്ങനെയാണ് നിവിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി എല്ലാ മലയാളികളും കാത്തിരുന്നത്. സർവം മായ. നിവിൻ തിരിച്ചു വന്നു. നിവിൻ അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. നമ്മൾ എല്ലാരും നമ്മൾ ഇതുവരെ കാണാൻ ആഗ്രഹിച്ച അങ്ങനെ ഒരു നിവിനായിട്ട് തന്നെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തി. അതാണ് സർവം മായ. ബേസിക്കലി അഖിൽ സത്ത് ഒരു കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫാമിലി എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ഡ്രാമ, ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡെഫിനേഷനോട് പൂർണ്ണമായി നിൽക്കുന്ന ഒരു സിനിമ. ത്രൂ ഔട്ട് ഒരു ഫാമിലി ഫൺ, എന്റർടൈനർ, ഇമോഷണൽ ഇതൊക്കെ ചേർന്നിരിക്കുന്ന ഒരു നല്ല കണ്ട് മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ. അതാണ് സർവം മായ. നിവിന്റെ തിരിച്ചുവരവ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ടൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു വൈബിരിക്കുന്ന ഇമോഷൻസ്, കോമഡി, ടൈമിങ്, നെക്സ്റ്റ് ഡോർ ബോയ് ഉള്ള പെർഫോമൻസ്, പരിപാടി ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിച്ച നിവിൻ അത് ഭയങ്കര രസമായിട്ട് തന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ആ ഒരു നിവിന്റെ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയും അവരുടെ ഒരു കഥാപാത്രം, പരിപാടികൾ, സെറ്റപ്പ് ഇതൊക്കെ ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലൊരു ചെറിയൊരു ഫാന്റസി എലമെന്റ് ഉണ്ട്. ഫാന്റസി എലമെന്റ് വളരെ നീറ്റായിട്ടും റിയലിസ്റ്റിക് ആയി തോന്നുന്ന രീതിയിൽ തന്നെ ഈ കഥയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഭയങ്കര രസമുള്ളതായിരുന്നു. അതൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർ നിവിൻ പടം അത് തന്നെയാണ് സർവം മായ. പിന്നെ ഇതിന്റെ കാസ്റ്റ് പെർഫോമൻസ് വരുമ്പോൾ നിവിൻ ത്രൂ ഔട്ട് ദാറ്റ് ബോയ് നെക്സ്റ്റ് ഡോർ ഉള്ള സെറ്റപ്പ്, പരിപാടികൾ, കോമഡി, ഇമോഷൻസ്, ആ ഒരു സിംപ്ലിസിറ്റി, സെറ്റപ്പ്, നാട്ടിൻ പുറത്തുകാരത്തിന്റെ ആ ഒരു പരിപാടികൾ, സെറ്റപ്പ് ഇതൊക്കെ ആയിട്ട് മൊത്തം സിനിമയെ തന്നെ നിവിൻ നിറഞ്ഞാടിയിട്ടുണ്ട്. ആ ഓരോരോ പരിപാടിക്കും നിവിന്റെ ആ ഒരു ഓരോരോ ഡയലോഗ്, കാര്യങ്ങൾ, ചെറിയൊരു ആക്ഷൻ ഇതിനൊക്കെയും തിയേറ്ററിൽ വന്നിരുന്ന പൊട്ടിച്ചെറി, കയ്യടി ഇതൊക്കെ തന്നെ ആ ഒരു തിരിച്ചുവരവിന്റെ ഒരു പ്രതീകമായിട്ട് എനിക്ക് തോന്നി. അത് ഭയങ്കര രസമുള്ളതായിരുന്നു. ത്രൂ ഔട്ട് തിയേറ്റർ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. ഇതിന്റെ കോമഡി എനിക്ക് ഭയങ്കര രസമായിട്ട് ക്യാപ്ചർ ചെയ്യപ്പെട്ടതായിട്ട് തോന്നി. കാരണം ഏതും ഭയങ്കര സിറ്റുവേഷൻ കോമഡീസ് ആണ് ത്രൂ ഔട്ട് ദ പടത്തിലുള്ളത്. ഏത് സീനിലും ഒരു ഹാർഷ് ആയിട്ടോ അല്ലെങ്കിൽ പുഷ് ചെയ്തിരിക്കുന്ന ഒരു കോമഡി അല്ല. അതല്ലാതെ ആ സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ചിരിയിലൂടെയാണ് ഇതിന്റെ ഒരു കോമഡി എലമെന്റ് തുടങ്ങുന്നത്. ഒരു ചെറിയ ചിരി, അത് കഴിഞ്ഞ ശേഷം അതിങ്ങനെ പടർന്ന് സ്പ്രെഡായി ഒരു ഭയങ്കര പകർച്ചവാദി വ്യാധിയെ പോലെ ഈ ചിരിങ്ങ സ്പ്രെഡ് ആവും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആദ്യം കുറച്ച് പേര് ചിരിച്ചിട്ടുണ്ടാവും, അതിനുശേഷം കുറച്ചും കൂടി പേര് ചിരിക്കാൻ തുടങ്ങും. ഒരു പെർട്ടിക്കുലർ മൂമ്പിൽ എത്തുമ്പോൾ മൊത്തം തിയേറ്റർ ചിരിച്ച് മറിയാണ് അങ്ങ് ആഘോഷിച്ചു. ആ ഒരു നിവിന്റെ ഒരു തിരിച്ചറിവിനെ എല്ലാ മലയാളികളും എത്രത്തോളം കാത്തിരുന്നു എന്നുള്ളതിന്റെ ബെസ്റ്റ് ഉദാഹരണമായിരുന്നു ഇതൊക്കെയും. അത്യാവശ്യം ഭയങ്കര രസമായിട്ടും ഫണ്ണായിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫും അതിന്റെ ഒരു റിവിലേഷനും പരിപാടി സെറ്റപ്പ് ഒക്കെ പോകുന്ന സെക്കൻഡ് ഹാഫും ഒരു ഇമോഷനിലൂടെ എൻഡ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സും ഇതൊക്കെയാണ് ഈ പടത്തിന്റെ ഒരു പരിപാടി. പിന്നെ ഈ ഒരു ഫാന്റസി എലമെന്റ് ഉള്ള ഈ സിനിമയിൽ ആ ഫാന്റസിയെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാതെ ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങനെ എടുത്താൽ അതിന്റെ ലോജിക്ക്, പരിപാടികൾ അതൊന്നും ജഡ്ജ് ചെയ്യാതെ അങ്ങനെ തന്നെ എടുത്താൽ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് ഇതിനെ എൻജോയ് ചെയ്യാം. ഡെഫിനറ്റ്ലി ആസ് ഐ സെഡ്, നിവിൻ ത്രൂ ഔട്ട് ദ മൂവി വേറെ ലെവലായിരുന്നു. വേറെ ഒന്നുമില്ല പറയാൻ. അത് പരിപാടികൾ, കോമഡി, സെറ്റപ്പ്, ആക്ഷൻസ് ഇതൊക്കെ കൊണ്ട് നിറഞ്ഞാടിയ ഒരു പരിപാടി. അജു വർഗീസിന്റെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ, അജു വർഗീസ് നിവിൻ പോളിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, സെറ്റപ്പ് ഇതൊക്കെ നമ്മൾ പണ്ടത്തെ സിനിമകളിൽ ഒരുപാട് കണ്ട് നിറഞ്ഞു നിന്ന ആൾ ഒരു 10-12 വർഷം മുമ്പ് നമ്മൾ ആഘോഷിച്ചൊരു പരിപാടി അത് വീണ്ടും കാണാൻ പറ്റുന്നു. അതും അതേ ഒരു കെമിസ്ട്രി എലമെന്റിലൂടെ തന്നെ പ്രസന്റ് ചെയ്യപ്പെടുന്നു. അത് ഭയങ്കര രസമുള്ളതായിരുന്നു. പിന്നെ ഇതിൽ ജനാർദ്ദൻ ചേട്ടൻ ചെയ്തൊരു ക്യാരക്ടർ അത് ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ പണ്ട് കണ്ടു വളർന്ന ആ ഒരു പ്രതിഭയുടെ ആ ടിപ്പിക്കൽ അവരുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു പരിപാടി അതൊക്കെ കൊണ്ട് ആ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ റിയാസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ നെക്സ്റ്റ് ലെവലാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു നിവിന് പാരലായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ പെർഫോമൻസസ്, പരിപാടികൾ, അവരുടെ ഒരു ഇന്ററാക്ഷൻസ് ഇതൊക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു. ആ ഒരു കെമിസ്ട്രി അടിപൊളിയായിരുന്നു. തീരെ അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയ ഒരു ബമ്പർ തന്നെയായിരുന്നു ആ കെമിസ്ട്രി ആ പടത്തില്. അത് തന്നെയാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതൊക്കെ കൊണ്ട് ഭയങ്കര നിറഞ്ഞേക്കുന്ന ക്യാരക്ടർ. പിന്നെ അത്യാവശ്യം കുറച്ച് ക്യാമിയോസ് ഉണ്ട്, പരിപാടികളുണ്ട്, അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. സോ നിങ്ങൾ പഴയ നിവിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾക്കാണ്. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഫുൾഫിൽ ദാറ്റ് ഫീൽ ഗുഡ് എർജ് ഓഫ് us. ഒരു നല്ല പടം കാണാനുള്ള നമ്മുടെ ഒരു ആവേശമില്ലേ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ പടത്തിന് എന്തായാലും പറ്റും.
ആസ് ഐ സെഡ്, ഒരു സത്യനന്ദിക്കാട് എന്നുള്ള ഒരു ടാഗ് ലൈൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് സ്ക്രീനിലുള്ളത്. വിത്തൗട്ട് ഗോയിങ് എവേ ഫ്രം എനിത്തിങ്, അത് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എൻജോയ് ചെയ്ത് അങ്ങ് ഹുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ നീറ്റ് ആയിരിക്കുന്ന ഒരു കഥ. ആ കഥയെ നല്ല നീറ്റായിട്ട് സ്ക്രിപ്റ്റ് വൈസ് ഡോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര രസമായിട്ട് പ്രസന്റും ചെയ്തിട്ടുണ്ട്. ആ നാടിന്റെ ഭംഗി, പരിപാടികൾ, അതിന്റെ ആ ഒരു സെറ്റപ്പ്, കോമ്പിനേഷൻ, ക്യാരക്ടേഴ്സിന്റെ പരിപാടി, പ്ലോട്ട് ഡിഫൈൻ ചെയ്യുന്നത്, ഇതൊക്കെ കൊണ്ട് വളരെ നീറ്റായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്തിരിക്കുന്ന ഒരു പടം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആസ്വദിക്കാം. അതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്കത് ആഘോഷിക്കാനും പറ്റും തിയേറ്ററിൽ. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും നമ്മളെ അത്യാവശ്യം ഭയങ്കര രസമായിട്ട് എൻഗേജ് ചെയ്യിക്കുന്നതും ഒരു സ്മൈൽ, നമ്മുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു സിനിമ. ഈ തിയേറ്ററിൽ ഞാൻ ചിരിച്ച് മറിഞ്ഞ സിനിമയാണ്. റീസെന്റിലായിട്ട് കണ്ടിരുന്ന വെച്ചിട്ട് ഒരു നല്ലൊരു സിനിമ, നല്ല ഫീൽ ഗുഡ് സിനിമ. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമില് ഒരു നല്ല ചിരിച്ച് കാണാൻ പറ്റുന്ന ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കുന്ന ഒരു മൂവി നിങ്ങൾക്ക് വേണോ? സർവമായ ഇസ് ഫോർ യു. ഡെഫിനറ്റ്ലി കാണുക. ആൻഡ് നിവിൻ ഇസ് ബാക്ക്. നിവിൻ ഇസ് ബാക്ക് വിത്ത് എ ബാങ്. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.